മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനുമായി ഫലപ്രദമായ ചർച്ചകൾ നടന്നുവെന്ന് ട്രംപ്. ചർച്ചകൾക്ക് സാഹചര്യമൊരുക്കാൻ 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ട്രംപ്. ട്രംപിന്റേത് മുട്ടുമടക്കലെന്നും എണ്ണവില കുറയ്ക്കാനുള്ള തന്ത്രമെന്നും ഇറാൻ. അന്താരാഷ്ട്ര വിപണികളിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തിയത് അപ്രതീക്ഷിത വെല്ലുവിളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കത്തിൽ തടസ്സം നേരിട്ടിട്ടുണ്ടെന്നും ആശങ്കാജനകമല്ലെന്നും പ്രസ്താവന. 2 ഇന്ത്യൻ LPG ടാങ്കർ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന നാളെ. 26 വരെ പത്രിക പിൻവലിക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ BJP-D സീൽ. ക്ലറിക്കൽ പിഴവെന്നും തിരുത്തിയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിൽ. ഡീലാരോപണത്തിൽ വാക്പോര് തുടർന്ന LDF-ഉം UDF-ഉം BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കോൺഗ്രസ് എന്നും 2016 നിയമത്തെ BJP-യുടെ ജയം ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM-ഉം BJP-യും തമ്മിൽ ഡീലെന്ന് ആവർത്തിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും. ഒരു സമുദായത്തിന്റെ വോട്ടിനു വേണ്ടിയാണ് ഡീൽ ആരോപണമെന്ന് BJP. ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ വാദം എഴുതി നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മതപരമായ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അവകാശം ഭരണഘടനാപരമായി ഉണ്ടെന്നും ദേവസ്വം ബോർഡ്. കേസിൽ വിശദമായ വാദം ഏപ്രിൽ 7-ന്. വാർത്തകൾ വിശദമായി നോക്കാം. ഇറാനുമായുള്ള സംഘർഷം പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. വരുന്ന 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസമായി ഇറാനുമായി ഫലപ്രദമായ ചർച്ചകൾ നടന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തുന്നു. അതേസമയം ട്രംപിന്റെ പോസ്റ്റിൽ ഇറാൻ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഇറാനുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്ക ആലോചിക്കുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ ട്രംപ് ദി ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത്. ചർച്ചകളെ ഫലപ്രദമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. തുടർ ചർച്ചകൾക്ക് പശ്ചാത്തലം ഒരുക്കുന്നതിന് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് മരവിപ്പിക്കാൻ താൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയതായും ട്രംപ് അറിയിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ 15% ഇടിവ് വന്നിട്ടുണ്ട്. $112 മുകളിലായിരുന്ന ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $96 വരെ താഴേക്ക് പോയി. എന്നാൽ അമേരിക്കയുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തുന്ന കാര്യം ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കയുടെ അന്ത്യശാസനത്തിൽ നിന്നുള്ള താൽക്കാലിക പിന്മാറ്റമാണിതെന്നും സൈനിക തയ്യാറെടുപ്പുകൾക്കായി സമയം കണ്ടെത്താനുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച രാത്രി ഇറാന് നൽകിയ 48 മണിക്കൂർ സമയപരിധി ഇന്ന് രാത്രി അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ നാമാവശേഷമാക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ആഗോള ഷിപ്പിംഗ് പുനരാരംഭിക്കാൻ അത്യാവശ്യമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നേരത്തെ ധാരണയായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം ആഗോള സാമ്പത്തിക മേഖലയെയും ജനങ്ങളെയും സാരമായി ബാധിച്ചു. നിലവിൽ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ല. ഇന്ത്യ യുദ്ധത്തിനെതിരെ ഒറ്റക്കെട്ടായി സന്ദേശം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം ആശങ്കാജനകമാണെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായതിനാൽ നിലവിൽ പ്രതിസന്ധി കുറവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുദ്ധം നടക്കുന്ന മേഖലയിലെ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച വ്യാപാര ബന്ധമുണ്ട്. 1 കോടിയിലധികം ഇന്ത്യൻ പൗരന്മാർ മേഖലയിലുണ്ടെന്നും 3,75,000 പൗരന്മാർ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമ एशिया में चल रहे संघर्ष और इसकी वजह से भारत के सामने आई चुनौतियों पर बात रखने के लिए उपस्थित हुआ हूं. इस समय पश्चिमी एशिया की हालत चिंताजनक है. बीते 2-3 हफ्तों में जयशंकर जी ने
और हरदीप पुरी जी ने इस विषय पर सदन को जरूरी जानकारी दी है। अब इस संकट को 3 सप्ताह से ज्यादा हो रहा है। യുദ്ധത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി സന്ദേശം നൽകുന്നുണ്ട്. വിവിധ രാഷ്ട്രതലവന്മാരുമായി സംസാരിച്ചതായും മോദി പറഞ്ഞു. രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്ന മേഖലയിലാണ് പ്രശ്നം നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കത്തിൽ തടസ്സം നേരിട്ടതോടെ LPG വിതരണത്തിൽ ഗാർഹികോപയോഗത്തിന് പ്രാധാന്യം നൽകി നിയന്ത്രണം ഏർപ്പെടുത്തി. പെട്രോൾ ഡീസൽ വിതരണത്തിൽ പ്രതിസന്ധിയില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ശേഖരണശേഷി വർദ്ധിപ്പിച്ചു. ഇന്ത്യ നേരത്തെ 27 രാജ്യങ്ങളിൽ നിന്ന് ഊർജ്ജ ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോൾ അത് 41 രാജ്യങ്ങളിൽ നിന്നായി വർദ്ധിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനമായി ഇന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായ സുധീർ കരമന ജയൻ, അരുവിക്കരയിലെ സ്ഥാനാർത്ഥി VS ശിവകുമാർ, ആറന്മുളയിലെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. 26-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. ഇനി 17 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമായി ഇന്ന് നിരവധി സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം അവസാനിച്ചു. നേമം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ, അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ, തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ കരമന ജയൻ, സുധീർ കരമന, നെയ്യാറ്റിൻകരയിലെ UDF സ്ഥാനാർത്ഥി N ശക്തൻ, അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി G സ്റ്റീഫൻ തുടങ്ങിയവർ തിരുവനന്തപുരത്ത് വിവിധ വരണാധികാരികൾക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി S ജയമോഹൻ, വരണാധികാരി ചീഫ് അഗ്രികൾച്ചറൽ ഓഫീസർ ഡീന എബ്രഹാമിനാണ് പത്രിക സമർപ്പിച്ചത്. ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും MLAയുമായ M നൌഷാദ്, കുണ്ടറ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ, കൊട്ടാരക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി R രശ്മി എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലെ NDAയുടെ ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ, അടൂരിൽ പന്തളം പ്രതാപൻ, റാന്നിയിൽ തോമസ് K സാമുവൽ, കോന്നിയിൽ TP സുന്ദരേശൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ സാന്നിധ്യത്തിലാണ് കുമ്മനം രാജശേഖരനും TP സുന്ദരേശനും പത്രികകൾ സമർപ്പിച്ചത്. ആറന്മുള മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി, റാന്നിയിലെ സ്ഥാനാർത്ഥി പഴകുളം മധു, അടൂരിൽ CV ശാന്തകുമാർ തുടങ്ങിയവരും പത്രികകൾ സമർപ്പിച്ചു. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. സമർപ്പിച്ച പത്രികകളിൽ ഏതെല്ലാം സ്വീകരിക്കുമെന്നും തള്ളുമെന്നും നാളെ അറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യാഴാഴ്ച വ്യക്തമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്ലാച്ചിമട സമരസമിതി പ്രവർത്തകരാണ് VD സതീശന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. അദ്ദേഹത്തിന് പുറമെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസമായി ഇന്ന് മറ്റ് നിരവധി പ്രമുഖരും പത്രിക നൽകി. പറവൂരിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവനിൽ നിന്ന് കാൽനടയായിട്ടാണ് VD സതീശൻ അഡീഷണൽ തഹസിൽദാർ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് VD സതീശൻ നൽകിയത്. പ്ലാച്ചിമട സമരസമിതി പ്രവർത്തകർ VD സതീശന് കെട്ടിവെക്കാനുള്ള പണം കൈമാറി. UDF അധികാരത്തിലെത്തിയാൽ പ്ലാച്ചിമടയിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. UDF തിരിച്ചു വരുമ്പോൾ, അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്ലാച്ചിമട പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം ഉറപ്പായി ഉണ്ടാക്കും. ആ വിശ്വാസത്തിലാണ്. ഇത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ തന്ന പണമാണ്. പ്ലാച്ചിമടയിലെ പാവപ്പെട്ട ജനങ്ങൾ തന്ന പണമാണ്. ഞാനിത് കെട്ടിവെക്കാനുള്ള പണമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനിതൊരു വലിയ തുകയായി അവരുടെ മുഴുവൻ പിന്തുണയും സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അതിൻ്റെ സമരസമിതിക്ക് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയും. VD സതീശന് പുറമെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസമായ ഇന്ന് മറ്റ് നിരവധി പ്രമുഖരും പത്രിക നൽകി. തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ ഉമാ തോമസ്, കുന്നത്തുനാട് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ, ഏറ്റുമാനൂർ നിയോജക മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി VN വാസവൻ, UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്, പാലയിലെ ഇടതു സ്ഥാനാർത്ഥി ജോസ് K മാണി, കോട്ടയം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് തുടങ്ങിയവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്കൊപ്പമെത്തിയാണ് ചെങ്ങന്നൂർ RDOയ്ക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായി ഇന്ന് കണ്ണൂരിൽ CPM-ൽ നിന്നും രാജിവെച്ച വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് പത്രിക സമർപ്പിച്ചപ്പോൾ ബേപ്പൂർ UDF സ്ഥാനാർത്ഥി PV അൻവറും പത്രിക സമർപ്പിച്ചു. കണ്ണൂരിലെ CPM-ൽ നിന്ന് രാജിവെച്ച് നേതൃത്വത്തെ ആകെ വെല്ലുവിളിച്ച് 2 പേരാണ് UDF-നായി അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂരിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലും തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദനും പത്രിക സമർപ്പിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവെച്ച ഇരുവരും CPM-ലെ ഏകാധിപത്യത്തിനെതിരെയാണ് പോരാട്ടമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി തുടർന്ന് പ്രവർത്തനത്തിന്റെ രംഗത്തേക്കാണ്. തീർച്ചയായിട്ടും അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF-ന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഈ ജനവികാരം എനിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TO മോഹനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന മന്ത്രി AK ശശീന്ദ്രൻ, ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. മൂന്നാം ഊഴം LDF സർക്കാരിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തവും ശാസ്ത്രീയവുമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തുന്നത്. ഇങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് CPM-ന് ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഇതൊന്നും CPM-നെ വെറുത്തിട്ടല്ല പോകുന്നത്. ഇതൊക്കെ പിണറായിയെ വെറുത്തിട്ട് പോവാണ്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ കുടുംബാധിപത്യവും അദ്ദേഹത്തിന്റെ ഏകാധിപത്യവും. കോഴിക്കോട് സൗത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു, BJP സ്ഥാനാർത്ഥി റെനീഷ് എന്നിവരും പത്രിക സമർപ്പിച്ചു. കൊടുവള്ളി UDF സ്ഥാനാർത്ഥി PK ഫിറോസ് കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. പേരാമ്പ്ര UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ, കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള, കൊയിലാണ്ടിയിലെ LDF സ്ഥാനാർത്ഥി K ദാസൻ, കൊയിലാണ്ടി NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ കല്ലടറ മാഹിൻ ഹാജി, NDA സ്ഥാനാർത്ഥിയും BJP ജില്ലാ പ്രസിഡന്റുമായ ML അശ്വിനി, ഇടത് സ്വതന്ത്രൻ ഷാനവാസ് പാദൂർ എന്നിവർ കാസർഗോഡ് RDO ബിനു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, തഹസിൽദാർ പ്രേമാനന്ദ് PK മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. വേങ്ങര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ഷാജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മങ്കട നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റവന്യൂ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർക്കാണ് പത്രിക സമർപ്പിച്ചത്. തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് 15 പരസ്യ പ്രചാരണ ദിവസങ്ങൾ മാത്രമാണ് ഇനി സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. CPM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോഡ് മഞ്ചേശ്വരം, കോന്നി, റാന്നി മണ്ഡലങ്ങളിൽ ഡീലെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കോന്നി K സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്. 32,000-ലധികം വോട്ട് K സുരേന്ദ്രൻ പിടിച്ച സീറ്റിൽ ഇപ്രാവശ്യം അത് BD ജയസിന് കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്ന? NDA സ്ഥാനാർത്ഥി. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ പുരോഗതിയുടെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്കായി ജനം ഒറ്റക്കെട്ടായി അണിനിരക്കുന്നുവെന്നും പ്രതിപക്ഷത്തിന്റേത് അസത്യപ്രചരണമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് BJPയുടെ B ടീമായി മാറിയെന്നും പാലക്കാട്ടെ ഡീൽ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ LDF-നൊപ്പം നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻകാലങ്ങളിൽ പ്രകടന പത്രിക ചവറ്റുകുട്ടയിലെറിയുന്ന സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മാറി. LDF സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നേറുകയാണ്. UDF ഭരണകാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ തകർന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി 18 മാസം ക്ഷേമ പെൻഷൻ മുടക്കിയവരാണ് ഇന്നത്തെ പ്രതിപക്ഷമെന്നും പരിഹസിച്ചു. 18 മാസം വരെയായിരുന്നു UDF സർക്കാർ വരുത്തിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക.
ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റേത് വ്യക്തമായ നിലപാടാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുന്നത് LDF-നെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ BJP CPM ഡീൽ ആരോപണങ്ങൾ തള്ളിയ മുഖ്യമന്ത്രി കോൺഗ്രസ് ആണ് BJP-യുമായി എന്നും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓർമ്മിപ്പിച്ചു. പഴയ കോലീബി സഖ്യം ഇതിന് തെളിവാണ്. 2016 നേമത്ത് BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസ് സഹായത്തോടെയാണെന്നും അത് കൃത്യമായ ഡീലിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. 27 സംസ്ഥാനങ്ങളിലും CPM-ഉം കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലായിടത്തും അവർ തമ്മിൽ ഡീലാണ്. ഒരു സമുദായത്തിന്റെ വോട്ടിനു വേണ്ടി ഓരോ വിഡിത്തം പറയുന്നുവെന്നും CPM-ന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം കാണുമ്പോൾ ജനങ്ങൾ മാറ്റം വേണമെന്ന് പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ രണ്ട് പാർട്ടിയും രണ്ടല്ല, ഒന്നാണ്. ഇത് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. അതിൻ്റെ പേടി, അതിൻ്റെ ഒരു ഭയം, അതിൻ്റെ കാരണമാണ് ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവർ തുടങ്ങുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു CPM ആണ് BJP-ൻ്റെ B ടീം, കോൺഗ്രസ് പറയുന്നു, അല്ല പിന്നെ CPM പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച ഔദ്യോഗിക ഇമെയിൽ സന്ദേശത്തോടൊപ്പമുള്ള കത്തിൽ BJP കേരള ഘടകത്തിന്റെ സീൽ പതിഞ്ഞത് സാങ്കേതിക പിഴവാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് 2019 മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തത തേടി BJP സംസ്ഥാന ഘടകം കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിനായി സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വെച്ചിരുന്ന 2019 കത്തിന്റെ പകർപ്പിലാണ് BJP-യുടെ സീൽ ഉണ്ടായിരുന്നത്. വിവാദങ്ങളുടെ ആവശ്യമില്ലാത്തതും സംഭവിച്ചത് കേവലം സാങ്കേതിക പിഴവാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി എത്തുക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP നിർണായകമായി കാണുന്ന മണ്ഡലമാണ് തൃശൂർ. പത്മജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ഇരട്ടി ആവേശം പകരാനാണ് പ്രധാനമന്ത്രി തൃശൂരിൽ നേരിട്ടെത്തുന്നത്. ഞായറാഴ്ച തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി പത്മജയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. സ്വരാജ് റൗണ്ടിൽ തുറന്ന വാഹനത്തിലായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി തൃശൂരിലെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ പ്രവർത്തകരുടെ വലിയ ജനാവലിയും അകമ്പടിയായി ഉണ്ടാകും. തുടർന്ന് പാലക്കാടെത്തുന്ന പ്രധാനമന്ത്രി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ പരിപാടിയിലും പങ്കെടുക്കും. അമൃത ന്യൂസ്, തൃശൂർ. മേഖലയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും അടുത്ത ഘട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിനുമായിരുന്നു യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. നിലവിലെ സാഹചര്യം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. സാമ്പത്തിക അപകട സാധ്യതകൾ കുറയ്ക്കാനും ദീർഘകാല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആവശ്യമായ നടപടികളും പരിഗണിച്ചു. ഗ്ലോബൽ വിപണികളിലും പ്രാദേശിക തലത്തിലും നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ധനകാര്യ സ്ഥിരത ശക്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങളും ഉയർന്നുവരുന്ന സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാനുള്ള മാർഗങ്ങളും യോഗത്തിൽ വിലയിരുത്തി. കുവൈറ്റിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 24 ക്യാരറ്റ് സ്വർണത്തിന് 49.642 കുവൈറ്റ് ദിനാറും 22 ക്യാരറ്റിന് 45.547 ദിനാറായും കുറഞ്ഞു. ഈ വർഷത്തിലെ ഏറ്റവും വേഗത്തിലുള്ള ഹ്രസ്വകാല ഇടിവുകളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഉയർന്ന നിലയിൽ തുടരുകയായിരുന്നു സ്വർണ്ണവില. ആഗോള വിപണിയിലുണ്ടായ ഇടിവിന്റെ സ്വാധീനമാണ് കുവൈറ്റിലെയും വില കുറയാൻ കാരണമായതെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. കൂടാതെ സാമ്പത്തിക അനിശ്ചിതത്വവും പലിശ നിരക്കുകളിലെ മാറ്റങ്ങളും സ്വർണ്ണവിലയെ ബാധിച്ചതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിൽ തുടരുന്ന സംഘർഷാവസ്ഥയ്ക്കിടയിൽ രാജ്യത്തിന്റെ പ്രതിരോധ നടപടികൾ സംബന്ധിച്ച പുതിയ കണക്കുകൾ പുറത്തുവിട്ട് കുവൈറ്റ്. സൈനിക, സുരക്ഷാ, സിവിൽ പ്രതിരോധ വിഭാഗങ്ങൾ സംയുക്തമായി ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ട് അനുസരിച്ച് സംഘർഷം ആരംഭിച്ചതു മുതൽ 549 ഡ്രോണുകളും 255 ബാലിസ്റ്റിക് മിസൈലുകളും നിരീക്ഷണം വിധേയമാക്കുകയും അവ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ആഭ്യന്തര മന്ത്രാലയം 116 തവണ മുന്നറിയിപ്പ് സൈറണുകൾ പ്രവർത്തിപ്പിച്ചതായും അടിയന്തര സംഘങ്ങൾ 484 കേസുകളിൽ ഇടപെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ആരോഗ്യരംഗത്ത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി 75 പ്രാഥമിക മാനസികാരോഗ്യ ക്ലിനിക്കുകൾ
ആരംഭിച്ചതായും മാനസിക പിന്തുണയ്ക്കായി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ ഇതിനകം 151 കോളുകൾ കൈകാര്യം ചെയ്തുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. റമദാൻ മാസത്തിൽ മക്കയിലും മദീനയിലും ഹറം പള്ളികളിൽ തീർത്ഥാടകർക്കും സന്ദർശകർക്കുമായി വിതരണം ചെയ്തത് 3.4 കോടി ഭക്ഷണപ്പൊതികളെന്ന് ഇരുഹറം കാലയങ്ങൾക്കായുള്ള ജനറൽ അതോറിറ്റി അറിയിച്ചു. തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നതിനായി അതോറിറ്റി നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണ് ഇത്രയധികം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. റമദാൻ മാസത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ഹമറുകളിൽ എത്തുന്നവർക്ക് യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. സൗദി അറേബ്യയുടെ വിവിധ മേഖലകളിൽ തിങ്കളാഴ്ച പുലർച്ചെയും ശത്രുരാജ്യം നടത്തിയ വൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധ സേന വിജയകരമായി പരാജയപ്പെടുത്തി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ 7 ഡ്രോണുകൾ വെടിവെച്ച് ഇട്ടതായി റിയാദ് ലക്ഷ്യമാക്കി വന്ന ബാലസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മേഖലയെ ലക്ഷ്യമാക്കി 2 ബാലസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. രണ്ടാമത്തെ മിസൈൽ ജനവാസമില്ലാത്ത മേഖലയിലാണ് പതിച്ചത്. സൗദി ജിസാനിലെ സയ്യദി ആംഡ് ഫോഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നേഴ്സ് പത്തനംതിട്ട റാന്നി നെല്ലിക്കാമൺ കുറിച്ചിപ്പത്തലിൽ വീട്ടിൽ ഷെർലി ഡേവിഡ് ജേക്കബ് അന്തരിച്ചു. ശ്വാസകോശ രോഗം ഗുരുതരമായതിനെ തുടർന്ന് ഈ മാസം 5 മുതൽ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇതേ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായിരുന്നു ഷെർലി. അബഹ അൽ ഹയാത്ത് ആശുപത്രിയിൽ നേഴ്സായ സഹോദരി ഷൈനി ഡേവിഡ് ആശുപത്രിയിൽ ഷെർലിക്കൊപ്പമുണ്ടായിരുന്നു. ജോബിനാണ് ഭർത്താവ്. ജിദ്ദ ഒതായി ചാത്തല്ലൂർ വെൽഫെയർ കമ്മിറ്റി കുടുംബസംഗമവും ഈദ് ആഘോഷവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ഉംറ തീർത്ഥാടകർക്ക് സ്വീകരണവും നൽകി. വൈസ് പ്രസിഡന്റ് ഹബീബ് കാഞ്ഞിരാല അധ്യക്ഷത വഹിച്ച ചടങ്ങ് രക്ഷാധികാരി സുൽഫിക്കർ ഒതായി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുനീർ KP ആമുഖ പ്രഭാഷണം നടത്തി. ബുറൈദ ജാലിയാത്ത് ദായി അഹമ്മദ് ഷിജ്മീർ നദ്വി ഈദ് സന്ദേശം നൽകി. ഭാരവാഹികളായ ഫൈസൽ ബാബു, KC ഗഫൂർ PC, അഷ്റഫ് VT, ഷിജാഹ് VT എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉംറ തീർത്ഥാടനത്തിന് വന്നിട്ടുള്ള അസ്കർ PP, നാസർ KT, ഹമീദ് PK ഒതായി എന്നിവർക്ക് സ്വീകരണം നൽകി. പരിപാടിയിൽ വടംവലി, ഷൂട്ടൌട്ട്, ഫുട്ബോൾ തുടങ്ങിയ വിവിധ മത്സര പരിപാടികളും അരങ്ങേറി. ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്കിനെ ശക്തമായി അനുകൂലിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല വിശ്വാസികൾ പ്രത്യേക വിഭാഗമാണ്. മതപരമായ കാര്യങ്ങൾ സ്വന്തമായി നോക്കി നടത്താനുള്ള അവകാശം ഭരണഘടനാപരമായി ഉണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്ന് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് സത്യവാങ്മൂലം നൽകിയിരുന്നു. ശബരിമല കേസിൽ ഏപ്രിൽ 7 സുപ്രീം കോടതിയിൽ വിശദമായ വാദം ആരംഭിക്കും. CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് പ്രസിഡന്റ് പൊൻ താമര സ്ഥാനം രാജിവെച്ചു. മുൻ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നുണ്ട്. മുൻ MLA R ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ കൂടിയായ പൊൻ താമര അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ തനിക്ക് കടുത്ത സമ്മർദ്ദമുണ്ടെന്നും വെളിപ്പെടുത്തി. CPM ഭരണത്തിലുള്ള അടൂർ 142 നമ്പർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത്. മുൻ പ്രസിഡന്റ് രവീന്ദ്രന്റെ കാലയളവിൽ 75 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നാണ് നിലവിലെ പ്രസിഡന്റ് പൊൻതാമര ആരോപിക്കുന്നത്. പത്തനംതിട്ടയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് തന്റെ രാജിപ്രഖ്യാപനത്തോടൊപ്പം പാർട്ടിയിലെ ഒരു വിഭാഗത്തിനെതിരെ പൊൻതാമര ആഞ്ഞടിച്ചത്. മുൻ പ്രസിഡന്റ് നടത്തിയ ക്രമക്കേടുകൾക്കെതിരെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നതും നമ്മുടെ ഈ കഴിഞ്ഞ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന രവീന്ദ്രൻ്റെ മരുമകനാണ്. കാരണം അവിടെ വന്നിട്ടുള്ള ഞാൻ നിന്ന പ്രസിഡൻ്റായിട്ടിരുന്ന സ്ഥാനാപനത്തിൽ വന്നിട്ടുള്ള വലിയ ഡിപ്പോസിറ്റുകൾ ആ തുകയെല്ലാം ഇവിടെ തന്നെയാണ് ചെലവഴിച്ചത്. കാരണം അതിപ്പോൾ കണക്കുകൾ അവർക്ക് പോലും കൃത്യമായിട്ട് കണക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റാഫിന് പോലും. മുൻ MLA R ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ കൂടിയായ പൊൻതാമരയെ ഭരണസമിതിയിൽ നിന്നും വലിയ രീതിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നതായും പരാതിയുണ്ട്. അഴിമതിക്ക് ഒത്താശ ചെയ്യാത്തതിന്റെ പേരിൽ ചില നേതാക്കളിൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദമാണ് താൻ നേരിട്ടതെന്നും അവർ പറയുന്നു. എന്നെ ആക്ഷേപിക്കുന്നത് മുൻ പ്രസിഡന്റ് തന്നെയാണ് ആക്ഷേപിക്കുന്നത് രവീന്ദ്രന്റെ കൂടെ കൂടിയ ബോർഡ് മെമ്പർമാരും കൂടാണ്. അല്ലാതെ എന്നെ പാർട്ടിയുടെ ലെവലിൽ എന്നെ ആരും ആക്ഷേപിക്കത്തില്ല. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും ബാങ്ക് ബോർഡ് മെമ്പർ സ്ഥാനത്ത് തുടരാനാണ് പൊൻതാമരയുടെ തീരുമാനം.
ക്രമക്കേടുകൾ തെളിയിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും പാർട്ടിയുടെ നിലപാടുകളിൽ ഇപ്പോഴും വിശ്വാസമുണ്ടെന്നും അവർ വ്യക്തമാക്കി. വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരഞ്ഞെടുപ്പ് കാലത്ത് ഭരണസമിതിയിലെ ഈ പൊട്ടിത്തെറി CPM നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കേരളത്തിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പ്രചാരണം ശക്തം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലൂടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസ് പരാജയപ്പെട്ട പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് തിരിച്ചുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. കേരളത്തിനൊപ്പം ഏപ്രിൽ 9 ഒറ്റഘട്ടമായാണ് അസമിലെ 126 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. SIR-നും 2023 മണ്ഡല പുനർനിർണയത്തിനും ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒപ്പം ഭരണ നേട്ടങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളും കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രചാരണത്തിലൂടെ ഭരണം നിലനിർത്താനാകുമെന്നും BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് കരുതുന്നുണ്ട്. നിലവിൽ 83 MLA-മാരാണ് BJP നേതൃത്വം നൽകുന്ന സഖ്യത്തിനുള്ളത്. 60 സീറ്റുകൾ BJPക്ക് സ്വന്തമായുണ്ട്. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നാണ് BJPയുടെ മറ്റൊരു പ്രചാരണ വിഷയം. കോൺഗ്രസ് പരാജയപ്പെട്ട പാർട്ടിയാണെന്നും ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. पूरा एक तरफा इलेक्शन है, ऑपोजिशन नहीं की बराबर है और बीजेपी हिस्टोरिकल विन होने जा रहा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ, നിതിൻ നബീൻ തുടങ്ങിയ നേതാക്കളുടെ മെഗാ റോഡ് ഷോയും അടുത്ത ദിവസങ്ങളിൽ നടക്കും. അതേസമയം സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ്. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കായിക മന്ത്രി നന്ദിത ഗർലോസ BJP വിട്ടെത്തിയത് കോൺഗ്രസിന് ശക്തി പകർന്നിട്ടുണ്ട്. നിലവിൽ 26 സീറ്റുകളാണ് അസമിൽ കോൺഗ്രസിനുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടത്തിപ്പ് ഭീഷണിയുമായി ഭീകര സംഘടന പാക് താലിബാനുമായി ബന്ധമുള്ള ജമാഅത്ത് അൽ അഹ്റാറിന്റെ സീനിയർ കമാൻഡറാണ് മത്സരം നടത്തില്ലെന്ന് ഭീഷണി മുഴക്കിയത്. വിദേശ ബോർഡുകൾ പാകിസ്ഥാനിലേക്ക് താരങ്ങളെ അയക്കരുതെന്നാണ് ആവശ്യം. ഖൈബർ, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിലെ ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കായിക ആഘോഷം നടത്തുന്നത് പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതിനാൽ വിദേശ താരങ്ങൾ ടൂർണമെന്റിൽ നിന്നും പിന്മാറണമെന്നാണ് സംഘടനയുടെ ആവശ്യം. കളിക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കില്ല എന്നാണ് സംഘടനയുടെ വിശദീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.